സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡെസേർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കസ്റ്റാർഡ് വെച്ചിട്ടാണ് ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഐസ്ക്രീമാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 കപ്പ് മിൽക്കാണ്. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് പാലും പഞ്ചസാരയും ഒന്ന് നന്നായി തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും ഞാനൊരു 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്കാണ് കസ്റ്റാർഡ് പൗഡറും ചേർക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മളത് ഇളക്കി യോജിപ്പിക്കേണ്ടത്. അങ്ങനെ കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുന്ന വരെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡറും മിൽക്ക് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ. കസ്റ്റാർഡ് പൗഡർ ചേർത്ത ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒന്ന് കുറുകി വരുന്ന വരെയാണ് നമുക്കൊന്ന് തിളപ്പിക്കേണ്ടത്. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കാരണം അത് കട്ട പിടിക്കാൻ പാടില്ല. ഒന്ന് തിക്കായി വരുന്ന വരെയാണ് നമുക്കിത് തിളപ്പിച്ചെടുക്കേണ്ടത്. അതിനെന്താ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ള മിൽക്കൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാൻ വയ്ക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡൊക്കെ നന്നായി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കസ്റ്റാർഡ് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഞാനിപ്പോൾ പൗഡർ ഫോമിലുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീമിൽ നമുക്ക് 4 പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണുള്ളത്. ഞാനിതിൽ 2 പാക്കറ്റ് വെച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത്. ചിൽഡായി വെച്ചിട്ടുള്ള ബൗളും അതുപോലെ തന്നെ ബ്ലേഡുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നത്. 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡറിന് 1/2 കപ്പ് പാലാണ് വേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ 2 പാക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. അങ്ങനെ 2 പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തണുത്ത പാലാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഈ കൂട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ കസ്റ്റാർഡ് മിക്സും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമുമാണ് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ കസ്റ്റാർഡ് മിക്സൊക്കെ നന്നായി ബ്ലെൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 മണിക്കൂർ നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം പിന്നെ 8 മണിക്കൂറാണ് നമുക്കതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. അങ്ങനത്തെ ക്ലീൻ റാപ്പ് വെച്ചൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നേരമാണ് ഞാനൊന്ന് ഫ്രീസറിൽ വെച്ച് എടുക്കുന്നത്. അങ്ങനത്തെ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ടൊന്ന് സെറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്കതൊന്നും കൂടി ഫ്രീസ് ചെയ്യാം.
അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാണ്. ഒരുവിധമൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായൊന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റുന്നത്. എന്താ ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടിന്നിലേക്കാണ് ഐസ്ക്രീം മിക്സ് ചേർക്കുന്നത്. എന്നിട്ടൊരു ഓവർനൈറ്റാണ് ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കുന്നത്. അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായി സെറ്റായി കിട്ടും. ഞാനത് ഐസ്ക്രീമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ലെവൽ ചെയ്ത ശേഷമാണ് ഞാനിത് ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തിട്ടാണ് ഫ്രീസ് ചെയ്യുന്നത്. ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലീൻ റാപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുന്നത്. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കതൊന്ന് ഫ്രീസറിൽ നിന്ന് എടുക്കാം. നമ്മുടെ ഐസ്ക്രീമൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി സെറ്റായി വന്നിട്ട് ഐസ്ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിസ്താഷ്യൂ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഈ കസ്റ്റേർഡ് ഐസ്ക്രീം. അത് ചെറിയും പിസ്തയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. എന്താ നമ്മുടെ ഐസ്ക്രീം എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.